ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും പിന്നെ പൊതുവെ ടീസർ ഈ ഒരു അല്ല യെസ്, അപ്പൊ ഇതിൽ ചാക്കോച്ചൻ ചെയ്യുന്ന സേതു എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അല്ലെ. തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ സേതുവും പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കുറെ ദുരൂഹതകൾ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആണോ ചാക്കോച്ച? ഉറപ്പായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിഷു നമുക്ക് തൂക്കാം. പ്രത്യേകിച്ച് മലയാള സിനിമയെ പറ്റി പറയാം, ഇപ്പോ നല്ലൊരു കാലം എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷു സെലിബ്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഈ സിനിമയെ പറ്റി കൂടുതൽ സേതു എന്നാണ് ചാക്കോച്ചന്റെ ക്യാരക്ടർ എങ്കിലും നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ചാക്കോച്ചൻ എന്നെ മൈക്ക് കൊടുക്കാൻ. ചാക്കോച്ച പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ ദുരൂഹതകൾ സാധാരണ നമ്മുടെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഈ പടത്തിൽ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഗൗരവമേറിയ സിനിമ എന്നതിനപ്പുറം അതിനോട് ഒരു നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന, നർമ്മത്തിൽ കലർന്ന് പറയുന്ന കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യൻ്റുള്ള ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോണ്ടന്റുകളും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസവും ഒരു വിശ്വാസവും തരുന്നൊരു കാര്യമാണ് ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 15-ാം തീയതി വിഷുക്കാലത്ത് തിയേറ്ററിൽ വരുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ളൊരു വിശ്വാസവും അതൊരു വിഷു കൈനീട്ടമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച് വിജയിപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയുമുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ജാഫറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലെ ഹെയർ സ്റ്റൈലിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് അപ്പൊ റോളിനെ പറ്റി ഒന്ന് പറയൂ ജാഫറിക്ക. അതായത് റോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതല്ല, ആ മുടിയല്ല ഇത് എൻ്റെ പേര് ഈ സിനിമയിൽ ജാഫർ ഖാൻ തന്നെയാണ്. ഇടുക്കിക്കാരൻ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ. പിന്നെ എനിക്ക് ഡയറക്ടർ ആദ്യം ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കനകം കാമിനി കലകം അതിനകത്ത് അഭിനയിച്ച ഒരു പരിചയമുണ്ട്. അതുകൂടാതെ ആ ടൈം തൊട്ട് എനിക്ക് കുറച്ച് ആത്മബന്ധമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ സാർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പടം തരുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരും ആലോചിച്ച് പറക്കി. അതുപോലെ തന്നെ നമ്മുടെ നായകൻ സാറും എല്ലാം കൂടി വിളിച്ചിട്ടാണ് എല്ലാവരും കൂടെ ആലോചിച്ച് പറക്കിയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. എനിക്കൊരു നല്ല വേഷമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത്രയും കൂടുതലായിട്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ചെയ്യുന്ന ഒരു 3-4 പടം ഇറങ്ങിയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തുള്ള വലിയ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യത്തിൽ. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറെ രൂപത്തിലേക്കാക്കി മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ദുരൂഹ സാഹചര്യത്തിൽ വിഷുവിന് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും ഈ പടം കാണണം, കണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും, നിങ്ങളും മീഡിയക്കാരെല്ലാവരും എല്ലാ നാട്ടുകാരും നമ്മളെ ഈ പടം വിജയിപ്പിക്കണമെന്ന് പറയുന്നു. അടുത്ത റൗണ്ടിൽ ഞാൻ പറഞ്ഞാൽ പോരെ? അതെ. ഇനി എന്നെ പറയണ്ട, ഒന്നും പറഞ്ഞു പറഞ്ഞോ. ഇനി അടുത്തൊന്ന് കൈമാറ. ശരി. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 15-ാം തീയതി ഞങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക്. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും. താങ്ക് യു ഹാൻസ്. ഹലോ സോറി, അത് തന്നെ ശംഭു. രണ്ടാമത്തെ പ്രാവശ്യം എത്തിയിരിക്കുന്നത് അല്ലേ? എന്റെ ദൈവമേ, ഇതെല്ലാവരും കേട്ടില്ലേ? കുഴപ്പമില്ലല്ലോ. കേട്ടില്ലേ?
കുഴപ്പമില്ല. അങ്ങനെ ഓക്കെ. സജിൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. രതീഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പടത്തിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ചാക്കോച്ചനാണ്. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡയറക്ടറാണ് രതീഷേട്ടൻ. രതീഷേട്ടൻ്റെ പടമാണെങ്കിലും നാത്തൻ കേസൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി കലം, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പം അന്നോട്ട് രതീഷേട്ടൻ വർക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ സംഭവിച്ചു. അത് ലിസൺ ചേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര എളുപ്പമായിരുന്നു. രതീഷേട്ടൻ പറയുന്ന പോലെ അല്ലെങ്കിൽ പുള്ളി അത് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഇതിലെ സോങ് ഞാൻ ആൽക്കലി എന്നുള്ള സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചാക്കോച്ചിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ റിസ്ക് അറിഞ്ഞ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടറിൻ്റെ കാല് ഇഞ്ചുറി ആവും. അപ്പോൾ അതിനുശേഷം ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ആർക്ക്. അപ്പോൾ റിയലായിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ എൻ്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു എയർലൈൻ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ വേറെ പടമായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പാക്കപ്പ് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാൽ തുടങ്ങും. പക്ഷെ അതൊക്കെ ഇവരെല്ലാം കൂടി അങ്ങനെയായി. അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസം റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എല്ലാവരുടെയും ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ്. രതീഷേൻ്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്തൊരു മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈല്, ചാക്കോച്ചിൻ്റെ ആണെങ്കിലും എല്ലാവരും ദിലീഷേൻ്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, ചിദംബരം, ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. എന്തായാലും 15-ാം തീയതി സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും.